2012 മുതലുള്ള UPSC സിവിൽ സർവീസസ് പ്രിലിംസ് ചോദ്യപേപ്പർ അനലൈസ് ചെയ്യുമ്പോൾ ഇന്ത്യൻ പൊളിറ്റി പാർട്ടിൽ നിന്ന് ഏകദേശം ഒരു വർഷം 15 മുതൽ 18 ചോദ്യങ്ങൾ വരെ ചോദിച്ചിട്ടുള്ള സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഇതിൽ ഏറ്റവും രസകരമായ വസ്തുത എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണഗതിയിൽ UPSC ഒരിക്കലും ചോദ്യങ്ങൾ ആവർത്തിക്കില്ല എന്ന് പറയുമെങ്കിൽ പോലും UPSC റിപ്പീറ്റ്സ് ക്വസ്റ്റ്യൻസ്. ഒരു വർഷം UPSC ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ് ഞാൻ സ്ക്രീനിൽ കാണിക്കുന്നത്. കൺസിഡർ ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ്. എ കോൺസ്റ്റിറ്റ്യൂഷണൽ ഗവൺമെന്റ് ഇസ് വൺ വിച്ച് മീൻസ് ക്വസ്റ്റ്യൻ എന്താണ്, കോൺസ്റ്റിറ്റ്യൂഷണൽ ഗവൺമെന്റ് എന്നതിൻ്റെ ഡെഫിനേഷനെ പറ്റിയാണ്. അതേപോലെ മറ്റൊരു വർഷം ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് കോൺസ്റ്റിറ്റ്യൂഷണൽ ഗവൺമെന്റ് മീൻസ്, വിച്ച് മീൻസ് അഗെയിൻ UPSC ആസ്ക് ദ ഡെഫിനിഷൻ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷണൽ ഗവൺമെന്റ്. അതേപോലെ മറ്റൊരു വർഷം ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ബെസ്റ്റ് റിഫ്ലെക്ട്സ് ദ ചീഫ് പർപ്പസ് ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് എ കൺട്രി. ആൻഡ് സർപ്രൈസിംഗ്ലി ഈ ചോദ്യങ്ങളുടെ എല്ലാത്തിൻ്റെയും ഉത്തരം ലിമിറ്റേഷൻസ് അല്ലെങ്കിൽ റെസ്ട്രിക്ഷൻസ് എന്ന വാക്ക് വരുന്ന ഓപ്ഷനാണ്. അപ്പോൾ ഇത്തരം രസകരമായ ഇത്തരം അത്ഭുതകരമായിട്ടുള്ള പാറ്റേൺ UPSC റിപ്പീറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കുക. അതേപോലെ UPSC മറ്റൊരു തീമുമായി ബന്ധപ്പെട്ടൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്. അതായത് പാർലമെന്ററി ഫോം ഓഫ് ഗവൺമെന്റുമായി ബന്ധപ്പെട്ടിട്ടാണ്. ചോദ്യം ഇങ്ങനെയായിരുന്നു: ദർ ഇസ് എ പാർലമെന്ററി സിസ്റ്റം ഓഫ് ഗവൺമെന്റ് ഇൻ ഇന്ത്യ ബിക്കോസ് ഓപ്ഷൻസ് തരുന്നു. ആൻഡ് ദി ആൻസർ ഈസ് ദ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ഈസ് റെസ്പോൺസിബിൾ ടു ദി ലോക്സഭ. വീണ്ടും ഒരു വർഷം ചോദിച്ചിട്ടുള്ള ചോദ്യം എങ്ങനെയാണ്: ദ മെയിൻ അഡ്വാൻറ്റേജ് ഓഫ് ദി പാർലമെന്ററി ഫോം ഓഫ് ഗവൺമെന്റ് ഇസ് ദാറ്റ്. വാട്ട് ഇസ് ദി ആൻസർ? എക്സിക്യൂട്ടീവ് റിമെയിൻസ് റെസ്പോൺസിബിൾ ടു ദി ലെജിസ്ലേച്ചർ. വീണ്ടും ഒരു വർഷം ചോദിച്ചിട്ടുള്ള ചോദ്യം: പാർലമെന്ററി സിസ്റ്റം ഓഫ് ഗവൺമെന്റ് ഇസ് വൺ വിച്ച് ദ ഗവൺമെന്റ് ഈസ് റെസ്പോൺസിബിൾ ടു ദ പാർലമെന്റ് ആൻഡ് ക്യാൻ ബി റിമൂവ്ഡ് ബൈ ഇറ്റ്, വിച്ച് മീൻസ് പാർലമെന്ററി ഭരണ മാതൃകയുമായി ബന്ധപ്പെട്ട് അടിസ്ഥാനപരമായി UPSC ചോദിച്ചിട്ടുള്ള ഈ 3 ചോദ്യങ്ങളിലും ഉത്തരം വരുന്നത് റെസ്പോൺസിബിലിറ്റി എന്ന ഫീച്ചറുമായി ബന്ധപ്പെട്ടിട്ടാണ്. ചുരുക്കി പറഞ്ഞാൽ റെസ്പോൺസിബിലിറ്റി എന്നുള്ള വാക്ക് എവിടെയുണ്ടോ ദാറ്റ് വിൽ ബി യുവർ ആൻസർ. ഇത്തരത്തിൽ ഇൻസൈറ്റ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് ഇൻഫർമേഷനുമായി സൈലം IAS പ്രിലിംസ് എക്സ്ക്ലൂസീവ് എന്ന ഒരു പ്രോഗ്രാം ഓൾറെഡി അനൗൺസ് ചെയ്തിട്ടുണ്ട്. ഈ പ്രോഗ്രാമിൽ ഇന്ത്യൻ പൊളിറ്റിയുടെ ഫസ്റ്റ് സെഷൻ ഈ വരുന്ന മാർച്ച് 23-ാം തീയതി തിങ്കളാഴ്ച സൈലം IASന്റെ കാലിക്കറ്റ് മാനാഞ്ചിറ ക്യാമ്പസിൽ നടക്കുന്നതായിരിക്കും. ഒരു ഓപ്പൺ സെഷനാണ്. ഇതിൻ്റെ ഓൺലൈൻ സ്ട്രീമിംഗ് ഉണ്ടാവില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും ഇത്തരം ഇൻസൈറ്റ്ഫുൾ ആയിട്ടുള്ള ഇൻഫർമേഷൻ വേണമെന്നുണ്ടെങ്കിൽ വളരെ സ്മാർട്ടായി ചുരുങ്ങിയ സമയത്തിനുള്ളിൽ റാപ്പിഡായി നിങ്ങളുടെ പ്രിപ്പറേഷൻ മുന്നോട്ട് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ വിൽ സീ യു ദർ ആൻഡ് വിൽ ക്രാക്ക് ദി എക്സാം.